2400 സ്ക്വയർ ഫീറ്റിൽ പണി തീർത്ത ഒരു വീടാണിത്. ഈ വീടിൻ്റെ ആർക്കിടെക്ചറും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത് ചന്ദ്രൻ ബിൽഡേഴ്സിൻ്റെ ഫൗണ്ടറായ സുബീസാണ്. 4 ബെഡ്റൂമോട് കൂടി പണി തീർത്ത ഈ വീട് വളരെ മനോഹരമായി ചെന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു എക്സ്റ്റീരിയർ ലുക്കാണ് കാണുന്നത്. മുകൾ ഭാഗത്ത് ഒരു സൈഡിൽ ഒരു സ്ലോപ്പ് ഊപ്പും അതുപോലെ തന്നെ മുന്നിലോട്ട് ഒരു ഓപ്പൺ ടെറസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തൊരു വീടാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ വീട് കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 1,00,000 ഫാമിലി എന്ന ഒരു ഡ്രീമിലോട്ട് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്നൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. യൂട്യൂബിൽ വന്ന് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾ കാണാം. ഇതാണ് ഇതിൻ്റെ ലിവിങ്. ഈ ലിവിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഒരു കോട്ടിയാട് ചെയ്തിട്ടുള്ളത്. ഈ കോട്ടിയാടിൻ്റെ മുകൾ ഭാഗത്ത് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്ലാസ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ കൊടുത്ത ഒരു ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗത്തിൽ കണ്ട ഒരു ലൈറ്റ്, അത് ഡൈനിങ് സ്പേസിലെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. അത് വളരെ മനോഹരമായി തന്നെ പുറമേ നിന്ന് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. തേക്കിൽ പണിയെടുത്ത മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് കേട്ടോ ഇതിന് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു ഫോർമൽ ലിവിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ കാണുന്ന ആ ഒരു ഗ്രേ വൈറ്റ് തീം തന്നെയാണ് ഇന്റീരിയറിലും അവർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയായാലും ഗ്രേ കളറിലാണ് ആ ഒരു ടൈൽ അവിടെ. അതിന് ഷൂട്ടായിട്ടുള്ള ഒരു ഫർണിച്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോർണറിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വുഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കർട്ടൻസ് ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഷീ കർട്ടൻസ് ഒക്കെ വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഈ വീട്ടിൽ ക്ലയൻറ്റ് താമസമില്ല, അവർ പുറത്താണ്. നിതീഷ് എന്നാണ് ആ ക്ലയൻറ്റിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന ആ ഒരു സ്റ്റെയർ വരുന്നത് ഈ ഒരു ലിവിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഡിസൈനിങ് ഉണ്ടല്ലോ, ഈ ഒരു ലിവിങ്ങിന് നല്ലൊരു മനോഹരത നൽകുന്നത് കേട്ടോ. ഈ ലിവിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അതെ സ്റ്റെയർ ആയതുകൊണ്ട്. ഈ ലിവിങ്ങിൻ്റെ സ്പേസ് എത്ര ഉണ്ട് ഇതിൻ്റെ അളവ്? ലിവിങ്ങിൻ്റെ ഏകദേശം 345-450 സെൻറ്റിമീറ്റർ അളവിന്. അത് ലിവിങ് മാത്രമാണോ അതോ ലിവിങ് ഈ ഒരു സ്റ്റെയറും കൂടി ഉൾപ്പെട്ടിട്ടാണ് വരുന്നത്? അതിൽ സ്റ്റെയറും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ വരുന്നത്. അത് അല്ല, സ്റ്റെയർ ഇല്ലാണ്ടുള്ള ഒരു ഏരിയയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ മനോഹരമായ ഒരു ഡൈനിങ് സ്പേസ് ആട്ടാ. ഡൈനിങ് നമ്മൾ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ. ഈ ഒരു ഡൈനിങ്ങിന് അത്യാവശ്യം നല്ലൊരു വെളിച്ചം നൽകുന്നത് ഇതിന്റെ ആ വിൻഡോടോ അത്യാവശ്യം നല്ല അതൊരു ടൈപ്പ് വിൻഡോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ആ ഒരു ഉള്ളിലുള്ള പൈപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ പുതിയ മോഡേൺ രീതിയിലുള്ള ഒരു സെറ്റപ്പിൽ കൊടുത്ത് അതിന്റെ വിൻഡോസ് ബാക്ക് സൈഡിലുള്ള അതിന്റെ ഫ്രെയിം കൊടുത്തിരിക്കുന്നത് UPVC വിൻഡോസിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സീലിംഗ് കണ്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീലിംഗ് കേട്ടോ. ചെറിയൊരു ഒരു ലൈറ്റിംഗ് മാത്രം കൊടുത്തിട്ടുള്ളൂ അല്ലേ? ഒരു LED പ്രൊഫൈലാണ്, പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹാങ്ങിങ് ലൈറ്റ് ആണ് നമ്മൾ പുറമെന്ന് ഇതിന്റെ ആ ഒരു ഭംഗി കാണുന്നത്. അതില് ഈ ഒരു ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് 550-388 ആണ് ലൈറ്റ് ഇതില് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പറഞ്ഞ പ്രയർ യൂണിറ്റ്. ഈ പ്രയർ യൂണിറ്റിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഇതിന്റെ ഈ ഒരു കോട്ടിയാട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു കോട്ടിയാട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു LED മിറർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ മിററിന്റെ തൊട്ട് ബാക്കിലായിട്ട് ആ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ട് അവരുടെ ടെക്സ്ചർ അതും ഗ്രേ കളറിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ്ങിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള വിൻഡോൻ്റെ കർട്ടൻ ആയാലും അതിൻ്റെ പെയിൻറ്റിങ് ആയാലും അതേപോലെ തന്നെ ആ ഡൈനിങ്ങിൻ്റെ ടേബിൾ ആയാലും ചെയർ ആയാലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം ഒരു ഗ്രേ വൈറ്റ് തീമിലാണ്. ഇതിലിവിടെ കിച്ചണോട് ചേർന്നൊരു കോട്ടിയാടുണ്ട് കേട്ടോ. ഒരു കോട്ടിയാട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും. ഈ ഒരു കോട്ടിയാട് ഈ കിച്ചണ് നല്ലൊരു ആംബിയൻസ്. കിച്ചന്റെ സൈസ് വരുന്നത് ഏകദേശം 360-319 കിച്ചന്റെ സൈസ് ആണ്. മോഡുലാർ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഗ്രേ വൈറ്റ് തീമിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഒതുങ്ങിയ ഒരു കിച്ചണ്, എന്നാൽ ഈ ഒരു കോട്ടിയാട് കൊണ്ട് അത്യാവശ്യം നല്ലൊരു വിശാലത ഒന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു വർക്കിംഗ് സ്പേസ് ഉണ്ട്. അതൊരു 360-150 സെന്റിമീറ്റർ അളവിൽ വർക്കിംഗ് സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സിങ്ക് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വേറെ അടുപ്പുകളൊന്നും കൊടുത്തിട്ടില്ല. ഈ രണ്ട് ഡൈനിങ്ങിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. പക്ഷെ നമുക്ക് ഇതിൻ്റെ വലതു ഭാഗത്തുള്ള ബെഡ്റൂമിനെ നോക്കാം. ഈ ബെഡ്റൂമിൽ കയറി ചെല്ലുന്ന
ഈ ഒരു സ്പേസ് തന്നെയാണ് ഇതിൻ്റെ ബാത്റൂം സ്പേസ് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്യാവശ്യം നല്ല വിശാലതയുള്ള ഒരു ബാത്റൂമാണ്. ബാത്റൂമിന്റെ സൈസ് വരുന്നത് 225-150 സെന്റിമീറ്റർ. അത് കഴിഞ്ഞാലാണ് ബെഡ്റൂമിന്റെ വിൻഡോസ് ഒക്കെ കൊടുത്തിരുന്നത് UPVC വിൻഡോസ് ആണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ടാകും. ഒരു വലിയൊരു വിൻഡോസ് തന്നെ അല്ല. താമസമില്ലാത്ത കാരണേ ഫർണിച്ചർ എക്കോ ഫീൽ ചെയ്യുന്നു. 330-375 ഈ ഒരു ബെഡ്റൂം. പിന്നെ ഒരു വൈറ്റ് തീമിൽ തന്നെ ഒരു കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. അത് ഇവിടെ കണ്ടോ, എല്ലാ ഫ്ലോറിംഗ് ഒക്കെ മൊത്തം ഒറ്റ ഫ്ലോറിംഗ് തന്നെ കേട്ടോ. രണ്ടാമത്തെ ബെഡ്റൂമിന് ഇവിടെ പിന്നെ ഫർണിച്ചേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 375-345 സെന്റിമീറ്റർ അളവിൽ വരുന്ന ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ ഈ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു വിൻഡോ അത് UPVC വിൻഡോസ് ആണ്. വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള അടിപൊളി വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വിൻഡോസിന് അത്യാവശ്യം കുറച്ച് വലിപ്പം കൂടുതലുണ്ടാവും. ബേ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ബേ വിൻഡോ ആണെങ്കിൽ വിൻഡോന്റെ ഒരു വലിപ്പം വലിയ സൈസാണ് അല്ല. ഇതിൽ പിന്നെ പ്രത്യേകത ഉണ്ടല്ലോ, ഈ വിൻഡോസിന് ഫ്രെയിമില്ല. ഏതാ ഫ്രെയിമില്ലാത്ത? ഫ്ലോറിങ് കഴിഞ്ഞ് നമുക്ക് മുകൾ ഭാഗത്തോട് നോക്കാം. മുകളിൽ ഇതുപോലെ 2 ബെഡ്റൂമാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഒരു സ്റ്റെയർ ഏരിയ ആണ്. നല്ല ആയാസത്തിലുള്ള നല്ല സ്ലോപ്പിങ്ങുള്ള ഒരു സ്റ്റെയർ ആട്ടോ. കയറി പോകുന്ന ഒരു ബുദ്ധിമുട്ടില്ല. എത്ര പ്രായങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് കയറാം. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് നിങ്ങൾ സ്ലോപ്പ് പ്രൂഫ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ ഇത് സ്റ്റീലിൽ നല്ല ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുള്ള കേട്ടോ. നമ്മൾ ആ പുറമേ നിന്ന് നോക്കുമ്പോൾ കണ്ട ഒരു ലൈറ്റാണത്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ലെങ്കിലും പുറമെ നിന്ന് ഇത് കാണുമ്പോൾ നല്ല മനോഹരമായി തോന്നുന്നുണ്ട്. 2 ഭാഗത്ത് ഇവിടെ നിന്നാണെങ്കിൽ ഒരു ഡൈനിങ്ങിൻ്റെ സ്പേസ് കാണാം. നമുക്ക് ഡൈനിങ്ങിൻ്റെ സ്പേസ് പൂർണ്ണമായി കാണുന്നില്ലെങ്കിലും ചെറിയ ഏരിയ. അപ്പോൾ ഈ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ. ഈ ബെഡ്റൂമിൻ്റെ സ്പേസ് എത്രയായിരുന്നു? ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് ഏകദേശം ഒരു 360-319. നിങ്ങൾ ഒരു പുറത്തോട്ട് ആ സൈഡിലോട്ട് ഒരു ബാൽക്കണി ഇല്ല. സൈഡിൽ ബാൽക്കണി വരുന്നുണ്ട്. 383-173 സെന്റിമീറ്റർ അളവിലുള്ള ഒരു ബാൽക്കണി ഉണ്ട് അവിടെ. അതവിടെ ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇത് കോർട്ട്യാർഡിൻ്റെ ടോപ്പാണ് വരുന്നത്. ഇതിൽ ഒരു വിൻഡോസിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു 4 ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ഇതാണ് പണ്ടത്തെ മോഡൽ ഫുൾ കവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ബ്ലൈൻഡ്സിൻ്റെ ആവശ്യമില്ല. ഇതിൽ ബ്ലൈൻഡ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇതിങ്ങനെ ഈ രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പുറമെ ഒരു എക്സ്റ്റീരിയറിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കും. അതല്ല, ഒരു എക്സ്റ്റീരിയർ കാണുന്ന ഒരു ഭംഗി വേറെ തന്നെയാണല്ലോ. മൂന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞു. ഇത് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ഈ ബെഡ്റൂമിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ കോഡിങ് കൊടുത്തിട്ട് കേട്ടോ. നല്ല 4ാമത്തെ ബെഡ്റൂം 375-345 സെന്റിമീറ്ററിൽ വരുന്ന ഒരു 4ാമത്തെ ബെഡ്റൂം. അതുപോലെ ഈ ഒരു ബെഡ്റൂമിലും വിൻഡോസ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വിൻഡോസ് തന്നെയാണ്. അതെ, ഈ വിൻഡോസിന് സാധാരണ നോർമൽ വിൻഡോസിന് ഒരു പ്രത്യേകത കാണുന്നത് ഇതിന് സൈഡിൽ ഫ്രെയിം ഇല്ലാന്ന് മാത്രം. ഇപ്പം മറ്റുള്ളതൊന്നുമില്ല. ജസ്റ്റ് പൈപ്പ് കൊടുത്തിട്ട് അതിൽ UPVC വിൻഡോസ് ആണ് അതിൽ പുറത്ത് കൊടുത്തിരിക്കുന്നത്. ചിലവ് മറ്റുള്ള വിൻഡോസിനെക്കാട്ടി ഒന്ന് ചിലവ് നോക്കും കുറയും തോന്നുന്നില്ല, കുറവ് തന്നെയാണ്. അയ്യോ, കബോർഡ് വർക്ക് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ കളർ അതും ഗ്രേ വൈറ്റ് തീം നല്ല രസമായിട്ട് തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും ചന്ദ്രൻ ബിൽഡേഴ്സിൻ്റെ സുബീഷാണ്. സുബീഷിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2400 സ്ക്വയർ ഫീറ്റ്, ഏകദേശം ഇൻറ്റീരിയർ ഉൾപ്പെടെ 55 lakhs ആണ് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ മറ്റുള്ള ഫർണിച്ചറോ കാര്യങ്ങളൊന്നും അതിൽ പെട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സുബീഷായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ റിനോവേഷൻ വർക്കുകൾ, പുതിയ വീടിൻ്റെ വർക്കുകൾ, മറ്റുള്ള എല്ലാ വർക്കുകളും ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.